നമ്മുടെ LBS സെന്റർ നടത്തുന്ന സെറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ട് പഠിക്കാമെന്ന് കരുതിയിട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചൂടൻ വാർത്തയുണ്ട്. നിങ്ങളെ ഒന്ന് ചൂടാക്കാനുള്ള ഒരു വാർത്ത തന്നെയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ സെറ്റിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്യും എന്നുള്ളൊരു വാർത്തയാണ്. ജനുവരി 20ഓ 27ഓ ആയിരിക്കും. കാര്യം രണ്ടും സൺഡേ ആണ്. അതുകൊണ്ട് ഈ 2 ദിവസമായിരിക്കും മിക്കവാറും നമ്മളുടെ സെറ്റ് എക്സാം നടക്കാനുള്ള ചാൻസ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ ഒട്ടും തന്നെ സമയം കളയരുത്, നന്നായി പഠിച്ചു തുടങ്ങുക. ഇനിയും ഉണ്ട് നമ്മുടെ മുമ്പിൽ ഒരു 60 ദിവസത്തോളം. അപ്പം എന്താ ചെയ്യേണ്ടത്? വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്യുക. എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത്? നമ്മുടെ സെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, PGയും BEഡും ഒക്കെ കഴിഞ്ഞവർ എഴുതുന്നൊരു എക്സാമാണ്. ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, എൻഷുർ ചെയ്യാൻ വേണ്ടി, കൂട്ടാനല്ല എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാമാണ് നമ്മുടെ സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡും ആ ഒരു എക്സാമിന് ഉണ്ടാവും. എളുപ്പമുള്ളൊരു എക്സാം അല്ല എന്ന് എടുത്തു പറയുന്നതോടൊപ്പം തന്നെ ഒരു സ്മാർട്ട് സ്ട്രാറ്റജിയിലൂടെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ കയ്യെത്താവുന്ന ഒരു എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? സ്മാർട്ട് വർക്ക് ചെയ്യുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. മിക്കവാറുമുള്ള LBSന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ആ വർക്ക്ഔട്ട് ചെയ്യുമ്പം ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക, അതിന്റെ ആൻസർ പഠിക്കുക. ആ ഒരു രീതിയിലല്ല. ഒരു ക്വസ്റ്റ്യനിൽ ചിലപ്പം 4 ഓപ്ഷൻസ്, മിക്കവാറുമുള്ള ക്വസ്റ്റ്യനിലെല്ലാം 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷൻസിനെ പറ്റിയിട്ടുള്ള ഫാക്ട്സും നിങ്ങൾ വായിച്ചു വെക്കണം. അതും ചിലപ്പം നമുക്ക് അടുത്ത തവണത്തെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് സെറ്റ് കിട്ടാനുള്ള ചാൻസും കൂടുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് LBS ചോദിക്കുന്ന ചില പാറ്റേൺസ് ഉണ്ട്. അപ്പൊ ആ പാറ്റേണുകളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കൂടുതൽ. അപ്പോൾ എന്ത് നിങ്ങൾക്ക് സാധിക്കും? വളരെ ഈസി ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫെമിലിയറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വലിയൊരു സിലബസ് ആണ്. നമ്മുടെ കെമിസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു സിലബസ് ആണുള്ളത്. പക്ഷെ അത് നമുക്ക് പഠിക്കുന്നത് വളരെ സ്മാർട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കുമ്പം നമ്മുടെ 6 മൊഡ്യൂളുകളും പഠിക്കാൻ നമുക്ക് പറ്റില്ല. ഇത്രയും ദിവസം കൊണ്ട് 6 മൊഡ്യൂളുകളും കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. അപ്പം നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആദ്യത്തെ 3 മൊഡ്യൂളുകൾ നന്നായി പഠിക്കുകയും ബാക്കിയുള്ള മൊഡ്യൂളുകളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ സെറ്റിന്റെ മാത്രമല്ല, ഗേറ്റിന്റെ വർക്ക്ഔട്ട് ചെയ്യണം, നെറ്റിന്റെ വർക്ക്ഔട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളുടെ +2 ലെവൽ എക്സാമുകളില്ലേ, നമ്മളുടെ നീറ്റും JEയും, അതിലെ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പം നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ആ ഒരു ഫിയർ മാറും. അപ്പം മാക്സിമം എക്സാമുകൾ എഴുതിയും കൂടെ നോക്കുക. നിങ്ങൾ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പം നിങ്ങൾ എങ്ങനെയാണോ സെറ്റിന്റെ എക്സാം എഴുതാനിരിക്കുന്നത് അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ എക്സാം ചെയ്യാനും ശ്രമിക്കുക. അപ്പം നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ 60 ഡേയ്സിന്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലും നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജി ഇത് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുകയും ബാക്കിയുള്ളിടത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പം ഇങ്ങനെയൊരു സ്മാർട്ട് സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് നേടാൻ സെറ്റ്. അപ്പം ഈ സെറ്റിന് നമ്മുടെ CCയിലുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാനും ആ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുമായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ സെറ്റിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളെന്നുള്ളത് മനസ്സിൽ വെച്ച് വളരെ കറക്റ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിനെയും അനലൈസ് ചെയ്ത് പഠിക്കുക. 60 ദിവസമുണ്ട്, അത് മറക്കണ്ട. 60 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്കും സെറ്റ് നേടാൻ സാധിക്കും. താങ്ക് യു.